നമസ്കാരം. മൈ ഡിവൈൻ വർഷിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയുന്നത് കർക്കിടക മാസത്തിലെ മൂന്നാമത്തെ വെള്ളിയാഴ്ച നമ്മുടെ വീട്ടിൽ എങ്ങനെയാണ് ലക്ഷ്മി പൂജ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ്. മൂന്നാമത്തെ വെള്ളിയാഴ്ച വരുന്നത് ജൂലൈ 31 ഈ ഒരു ദിവസം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ആദ്യം തന്നെ ഈ ഒരു ദിവസം എന്ന് പറയുന്നത് അവിട്ടം നക്ഷത്രമാണ്. അവിട്ടം നക്ഷത്രം എന്ന് പറയുമ്പോൾ നമുക്കറിയാം മകരം രാശിയും കുംഭം രാശിയിലും കൂടി ചേർന്ന് വരുന്ന നക്ഷത്രമാണ് അവിട്ടം നക്ഷത്രം. അവിട്ടം നക്ഷത്രത്തിന്റെ അധിപതി ചൊവ്വയാണ്. ചൊവ്വാഗ്രഹത്തിന്റെ ദേവതമാർ എന്ന് പറയുന്നത് മുരുകനും ഭദ്രകാളിയുമാണ്. ഭദ്രകാളി ക്ഷേത്രമുണ്ടെങ്കിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ പോകാം, അല്ലെങ്കിൽ ദുർഗാദേവിയുടെ ക്ഷേത്രത്തിൽ പോയാൽ മതി. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ചാനലിൽ മെമ്പേഴ്സ് ആകാൻ ആഗ്രഹമുള്ളവർക്ക് ജോയിൻ ബട്ടണിൽ പ്രസ് ചെയ്ത് മെമ്പേഴ്സ് ആകാവുന്നതാണ്. മെമ്പേഴ്സ് ഉള്ള വീഡിയോയിൽ ഞാൻ എൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ വെള്ളിയാഴ്ച രാഹുകാല സമയത്ത് ദുർഗാക്ഷേത്രത്തിൽ പോയി നാരങ്ങ വിളക്ക് കൊളുത്താൻ സാധിക്കുന്നവർ നാരങ്ങ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ ഉത്തമമാണ്. ഒരുപാട് പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിൽ നാരങ്ങ വിളക്ക് കൊളുത്താമോ എന്നുള്ളതിനെ കുറിച്ച്. വീട്ടിൽ നാരങ്ങ വിളക്ക് കൊളുത്താതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നാരങ്ങ വിളക്ക് നമ്മൾ ക്ഷേത്രത്തിൽ കൊളുത്തുന്നതിനാണ് ഫലമുള്ളത്. അതുകൊണ്ട് ക്ഷേത്രത്തിൽ തന്നെ പോയി നാരങ്ങ വിളക്ക് കൊളുത്താൻ ശ്രമിക്കുക. ക്ഷേത്രത്തിൽ പോയി നാരങ്ങ വിളക്ക് കൊളുത്തുമ്പോൾ അവിടെ ഇരുന്ന് ലളിതാ സഹസ്രനാമം കൂടി ചൊല്ലുന്നത് വളരെ നല്ല ഫലങ്ങൾ നൽകും. ഏതു ദിവസവും ലളിതാ സഹസ്രനാമം ചൊല്ലാം, ഏതൊരു വെള്ളിയാഴ്ചയും ചൊല്ലാം. എന്നാൽ വെള്ളിയാഴ്ച രാഹുകാല സമയത്ത്, അതും അവിട്ടം നക്ഷത്രം ഉള്ളപ്പോൾ നമ്മൾ ചൊല്ലുന്നതിന് പ്രത്യേകമായ ഒരു ഫലം തന്നെ ഉണ്ട്. അതുകൊണ്ട് സാധിക്കുന്നവരൊക്കെ തന്നെ അങ്ങനെ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും സാധിച്ചു എന്ന് വരില്ല, സാധിക്കുന്നവർ മാത്രം ഈ കാര്യം ഫോളോ ചെയ്യുക. പിന്നെ നാരങ്ങ മാല, അത് ദേവിക്ക് സമർപ്പിക്കുന്നത് വെള്ളിയാഴ്ച ദിവസം രാഹുകാല സമയത്ത് നാരങ്ങ മാല സമർപ്പിക്കുന്നതും അവിട്ടം നക്ഷത്രമായതുകൊണ്ട് കൂടുതൽ നല്ല ഫലങ്ങളാണ്. നാരങ്ങ മാല കോർക്കുമ്പോൾ എപ്പോഴും നമ്മൾ നാരങ്ങയും വാങ്ങി സൂചിയും നൂലും ഒക്കെ ആയി ക്ഷേത്രത്തിൽ പോയി ഇരുന്ന് വേണം അത് ചെയ്യേണ്ടത്. കാരണം നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ നാരങ്ങ മാല കോർത്ത് കൊണ്ടുപോകുമ്പോൾ നാരങ്ങയിൽ സൂചി കോർത്ത് കുറച്ച് കഴിയുമ്പോൾ തന്നെ ആ നാരങ്ങയുടെ ഫ്രഷ്നെസ്, അതായത് അത് ഉണങ്ങാൻ തുടങ്ങും എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും അവിടെ ഇരുന്ന് കോർത്ത് ഉടൻ തന്നെ ദേവിക്ക് സമർപ്പിക്കണം. അപ്പോഴാണ് നാരങ്ങ മാല ചാർത്തുന്നതിന്റെ ഫലവും ലഭിക്കുന്നത്. ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ അത് കറക്റ്റായി തന്നെ ചെയ്യുമ്പോഴാണ് അതിന്റെ ഫലം ലഭിക്കുന്നത്. അവിടെ നാരങ്ങ മാല ചിലപ്പോൾ തൂക്കിയിട്ടിട്ടുണ്ടായിരിക്കും. അത് തലേ ദിവസം ചിലപ്പോൾ കോർത്ത നാരങ്ങ ആയിരിക്കാം, അല്ലെങ്കിൽ അന്ന് രാവിലെ മണിക്കൂറുകൾക്ക് മുൻപ് കോർത്ത നാരങ്ങ മാലയായിരിക്കാം. അതൊക്കെ തന്നെ നമ്മൾ ദേവിക്ക് സമർപ്പിക്കുമ്പോൾ നമ്മൾ നാരങ്ങ മാല സമർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെതായിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടില്ല. റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മൾ തന്നെ അവിടെ ഇരുന്ന് കോർക്കുക. ചില ക്ഷേത്രങ്ങളിൽ നമ്മൾ സമർപ്പിക്കുന്ന നാരങ്ങാമാല അക്സെപ്റ്റ് ചെയ്യില്ല. അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾക്ക് അവിടെ പറഞ്ഞ് നിങ്ങൾ നിന്നുകൊണ്ട് ഒരു നാരങ്ങാമാല കോർപ്പിച്ച് അത് സമർപ്പിച്ചാലും മതി. എന്താണ് ഇവിടുത്തെ മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഫ്രഷ് ആയിട്ടുള്ള നാരങ്ങാമാല നമ്മൾ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ തന്നെ കോർത്ത് ദേവിക്ക് സമർപ്പിക്കുന്നു എന്നുള്ളതാണ്. കാരണം നേരത്തെ കോർത്ത് വെച്ചതെല്ലാം ഉണങ്ങിക്കഴിഞ്ഞു. ഉണങ്ങിയ കായ് നമ്മൾ ദേവിക്ക് സമർപ്പിച്ചിട്ട് എന്ത് ഫലമാണ്? ഉണങ്ങിയ പൂക്കൾ സമർപ്പിക്കുന്ന അതേ ഫലം തന്നെയാണ്. ഉണങ്ങിയ പൂക്കൾ സമർപ്പിക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് നാരങ്ങമാല സമർപ്പിക്കുകയാണെങ്കിൽ ഇങ്ങനെ സമർപ്പിക്കുക, അല്ലെങ്കിൽ സമർപ്പിക്കേണ്ട ആവശ്യമില്ല. പകരം നാരങ്ങ വിളക്ക് കൊളുത്തിയാൽ മതി. അപ്പോൾ ഇതാണ് നമ്മൾ ഈ വെള്ളിയാഴ്ച ചെയ്യേണ്ട ആദ്യത്തെ കാര്യം. എല്ലാവർക്കും ഇപ്പോൾ ക്ഷേത്രത്തിൽ പോകാൻ സാധിച്ചു എന്ന് വരില്ല. അങ്ങനെയുള്ളപ്പോൾ ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കാത്തവർ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, വെള്ളിയാഴ്ച രാഹുകാല സമയം എന്ന് പറയുന്നത് രാവിലെ 10:30 മുതൽ 12 മണി വരെയുള്ള സമയമാണ്. ഈ ഒരു സമയത്ത് നമ്മുടെ വീട്ടിലെ നിലവിളക്കിൽ 5 തിരിയിട്ട് നിലവിളക്ക് കൊളുത്തുക. നെയ്യ് ഒഴിച്ച് വേണം കൊളുത്തേണ്ടത്. എന്നിട്ട് ആ നിലവിളക്കിന് മുന്നിലിരുന്ന് ദേവിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ലളിതാ സഹസ്രനാമം ചൊല്ലുക എന്നുള്ളതാണ്. ഈ ഒരു ദിവസം ഈ ഒരു സമയത്ത് ചൊല്ലുന്നതിന് വളരെയധികം ഫലങ്ങളാണ്. ബ്രഹ്മമുഹൂർത്തത്തിലോ സന്ധ്യാസമയത്തോ ചൊല്ലുന്നതിനേക്കാൾ ഫലം നമുക്ക് വെള്ളിയാഴ്ച അവിട്ടം നക്ഷത്രവും അതുപോലെ രാഹുകാല സമയവും ചേർന്ന് വരുന്ന സമയത്ത് ചൊല്ലുന്നതിന് ലഭിക്കും. ഏതൊരു പ്രാർത്ഥനയും നമ്മുടെ ജീവിതത്തിലെ ഏതൊരു തടസ്സവും മാറുന്നതിന് ഇത് ചെയ്യാം. ചൊവ്വാ ദോഷമുള്ളവർ തീർച്ചയായും ഈ ഒരു സമയത്ത് ലളിതാ സഹസ്രനാമം ചൊല്ലാൻ ശ്രമിക്കുക. ലളിതാ സഹസ്രനാമം അറിയില്ല എന്നുണ്ടെങ്കിൽ ദേവിയുടെ 7 നാമങ്ങളെ കുറിച്ച് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ആ ഒരു 7 നാമങ്ങൾ ചൊല്ലിയാൽ മതി.
നിങ്ങൾക്ക് മൈ ഡിവൈൻ വർഷിപ്പ് ലളിതാ സഹസ്രനാമം എന്ന് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ ദേവിയുടെ 7 നാമങ്ങൾ എന്ന് പറഞ്ഞിട്ട് കാണാൻ സാധിക്കും. അതൊന്ന് കേട്ടിട്ട് ആ 7 നാമങ്ങൾ ചൊല്ലാൻ ശ്രമിക്കുക. സമയമില്ലാത്തവർക്കും അങ്ങനെ ചെയ്താൽ മതി. ലളിതാ സഹസ്രനാമം ഭക്തിയോടെ ചൊല്ലണമെന്നുണ്ടെങ്കിൽ നമുക്ക് 20 മുതൽ 30 മിനിറ്റ് വരെ സമയം ആവശ്യമാണ്. അതിനേക്കാൾ ചെറിയൊരു സമയത്തിൽ നമ്മൾ ചൊല്ലുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ ആ ഒരു നാമങ്ങളൊന്നും തന്നെ പൂർണ്ണമായി ഗ്രഹിക്കാതെ, അതായത് ആ ഒരു ഫാസ്റ്റിൽ നമ്മൾ ചൊല്ലുന്നു എന്നാണ് അർത്ഥം. ഒരിക്കലും നമുക്ക് സമയമില്ല എന്നുണ്ടെങ്കിൽ ചൊല്ലാതിരിക്കുക. കാരണം ലളിതാ സഹസ്രനാമത്തിന്റെ ആ ഒരു ഫലം, നമ്മൾ ചൊല്ലിയതിന്റെ ഫലം ലഭിക്കണമെന്നുണ്ടെങ്കിൽ സാവകാശം ഓരോ നാമങ്ങൾ ചൊല്ലുമ്പോഴും അർത്ഥമറിയാവുന്നവർക്ക് ആ അർത്ഥം മനസ്സിൽ കണ്ടുകൊണ്ട് ചൊല്ലാം. ഇനി അർത്ഥം അറിയില്ല എന്നുണ്ടെങ്കിലും ദേവിയുടെ ഓരോ നാമങ്ങളാണ് നമ്മൾ ചൊല്ലുന്നത് എന്നുള്ള ആ ഒരു ബോധത്തോടു കൂടി ചൊല്ലുകയാണെങ്കിൽ അതിന്റെ പൂർണ്ണമായ ഫലം നമുക്ക് ലഭിക്കും. ഇത് രാഹുകാല സമയത്ത് ചെയ്യേണ്ടതാണ്. ഇനി നമുക്ക് വൈകുന്നേരം എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. വൈകുന്നേരം നിങ്ങൾ നോർമലായിട്ട് ചെയ്യുന്ന ലക്ഷ്മി പൂജ ചെയ്യാവുന്നതാണ്. അതിനോടൊപ്പം ഈ വെള്ളിയാഴ്ച നമുക്ക് ഒരു ഉപ്പ് ദീപം കൂടി കൊളുത്തേണ്ടതാണ്. അപ്പോൾ ഉപ്പ് ദീപം എല്ലാവർക്കും ഉപ്പ് ദീപം കൊളുത്തിയാൽ അതിന് റിസൾട്ട് കിട്ടില്ല. ചിലർക്ക് ഉപ്പ് ദീപം നെഗറ്റീവായിട്ട് വരാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഓൾറെഡി ഉപ്പ് ദീപം കൊളുത്തുന്നവരാണെങ്കിൽ ഈ വെള്ളിയാഴ്ച ഉപ്പ് ദീപം കൊളുത്തിയാൽ മതി. ഉപ്പ് ദീപം 2-3 പ്രാവശ്യം കൊളുത്തുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നമുക്ക് അത് നെഗറ്റീവ് ഫലമാണ് ലഭിക്കുന്നത് എന്ന്. അങ്ങനെയാണെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യമില്ല. പകരം ദേവിക്ക് നല്ല ഓർഗാനിക് നെയ്യ്, കാരണം എല്ലാ നെയ്യും ശുദ്ധമല്ല, ശുദ്ധമായ നെയ്യിൽ നമ്മൾ വിളക്ക് കൊളുത്തുമ്പോഴാണ് അതിൻ്റെതായിട്ടുള്ള ഫലം ലഭിക്കുന്നത്. നമ്മൾ വീട്ടിൽ തന്നെ പാലിൽ നിന്ന് വെണ്ണ എടുത്ത് അത് നെയ്യാക്കിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വളരെ നല്ലത്. അല്ലെങ്കിൽ നമുക്ക് വിശ്വസ്തതയുള്ള ഒരു ബ്രാൻഡ് വാങ്ങി ആ നെയ്യ് ദീപം കൊളുത്തിയാൽ മതി. ഉപ്പ് ദീപം കൊളുത്തുന്നതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ആദ്യം ചെറിയ ഒരു പ്ലേറ്റ് എടുക്കുക. മൺപാത്രമാണ് ഏറ്റവും നല്ലത്. കാരണം ബ്രാസ് പ്ലേറ്റിലൊക്കെ ഉപ്പ് വെച്ച് കഴിയുമ്പോൾ ആ ബ്രാസ് പ്ലേറ്റ് എല്ലാം ഗ്രീൻ കളറായി പോകും. അതുകൊണ്ട് ഒരു മൺപാത്രത്തിൽ ഉപ്പ് എടുക്കുക. ഉപ്പിന് പുറത്തായിട്ട് ഒരേ ഒരു മൺദീപം കൊളുത്തിയാൽ മതി. ഇത് ഈ ഒരാഴ്ച മാത്രം കൊളുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് ദീപമാണ് ഞാൻ പറയുന്നത്. സാധാരണ നമ്മൾ ഉപ്പ് ദീപം കൊളുത്തുമ്പോൾ 2 മൺചിരാതുകൾ വെക്കും. ആദ്യത്തെ മൺചിരാതിൽ കുറച്ച് അക്ഷത, അതായത് പച്ചരി പൊട്ടാത്തത് നോക്കി 1 സ്പൂൺ എടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നതിനെയാണ് ഇവിടെ അക്ഷത എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ മൺചിരാതിൽ അക്ഷത ഇട്ട് അതിനു മുകളിൽ മറ്റൊരു മൺചിരാത് വെച്ച് അതിൽ നെയ്യൊഴിച്ചാണ് വെള്ളിയാഴ്ചകളിൽ ഉപ്പുദീപം കൊളുത്താറുള്ളത്. എന്നാൽ ഇവിടെ നമുക്ക് അക്ഷത ഇടേണ്ട ആവശ്യമില്ല. ഒരു മൺപാത്രത്തിൽ കല്ലുപ്പിട്ട് അതിനു മുകളിൽ ഒരു മൺചിരാതിൽ നെയ്യൊഴിച്ച് ആ ദീപത്തിന്റെ ഒരു ഡയറക്ഷൻ ഈസ്റ്റിലേക്കായിരിക്കണം എന്ന് മാത്രം. ഈ ഒരു ഉപ്പുദീപം കൊളുത്തിയതിനു ശേഷം ലക്ഷ്മി പൂജ ചെയ്യുന്നവർക്ക് ഏലക്ക കൊണ്ട് ലക്ഷ്മി പൂജ ചെയ്യാം. മഹാലക്ഷ്മി അഷ്ടകം, കനകധാരാ സ്തോത്രം ഒക്കെ ചൊല്ലാവുന്നതാണ്. ദേവിക്ക് നിവേദ്യമായി സമർപ്പിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നിരുന്നാലും പാൽപായസം ഉണ്ടാക്കി വെക്കാൻ സാധിക്കുന്നവർക്ക് അതുണ്ടാക്കി വെക്കാം. ചിലപ്പോൾ അത് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ പാല് പഞ്ചസാരയിട്ട് കാച്ചി വെച്ചാൽ മാത്രം മതി. നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് കൂടി വെക്കാവുന്നതാണ്. മാതള അല്ലികളിൽ തേനൊക്കെ ഒഴിച്ചു വെക്കാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ അത് വെക്കാം. പിന്നെ നട്ട്സ് ഒക്കെ വെക്കുന്നതിനെ കുറിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാൻ സാധിക്കുന്നവർ ചെയ്യുക. അതൊക്കെ നമ്മൾ ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ അതൊക്കെ നമുക്ക് എല്ലാ ആഴ്ചയും ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടിയാണെങ്കിലും ഒന്ന് ചെയ്തു തുടങ്ങിക്കോളൂ. നമുക്ക് മഹാലക്ഷ്മിയുടെ പൂർണ്ണ അനുഗ്രഹം തീർച്ചയായും വരും കാലങ്ങളിൽ ഉണ്ടാവുക തന്നെ ചെയ്യും. ഒരുപാട് പേർക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഏലക്ക കൊണ്ട് മഹാലക്ഷ്മിക്ക് അർച്ചന ചെയ്യുന്നത്, മഹാലക്ഷ്മിക്ക് നിവേദ്യമായി നട്ട്സ് വെക്കുന്നതൊക്കെ. അതുകൊണ്ട് ഇതുവരെയും ഇതൊന്നും ചെയ്തിട്ടില്ലാത്തവരാണ് കേൾക്കുന്നതെങ്കിൽ ചെയ്തു തുടങ്ങാം. വിശ്വാസത്തോടുകൂടി ചെയ്തു തുടങ്ങിയാൽ തീർച്ചയായും നല്ല ഫലങ്ങൾ മാത്രമേ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു വെള്ളിയാഴ്ച ഈ കാര്യങ്ങളൊക്കെ മുടങ്ങാതെ ചെയ്യാൻ ശ്രമിക്കുക. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.